കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ വിമർശനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മതാടിസ്ഥാനത്തിൽ സംവരണം നൽകി വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. മുൻപ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. उनका मैनिफेस्टो आया उसी दिन मैंने कह दिया था, आज नहीं कह रहा हूं, उसी दिन कहा था कि कांग्रेस का मैनिफेस्टो पर മുസ്ലിം ലീഗ് की छाप है. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശമാണ്, അത് അദ്ദേഹം പിൻവലിക്കുന്നില്ല, ആവർത്തിക്കുകയാണല്ലോ ബൽറാം? ഉന്മേഷ്, രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം വിവാദമാവുകയും പ്രതിപക്ഷം ഒന്നടക്കം കൂട്ടപ്പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പിന്നീടുള്ള ഓരോ പ്രചരണ വേദികളിലും ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമായി 3 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ 3ഇടത്തും അദ്ദേഹം ഇക്കാര്യം ആവർത്തിക്കുന്നു. എന്നാൽ വ്യത്യസ്തമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം എന്ന പദം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന പദം അത് ആവർത്തിച്ച് ഉപയോഗിക്കുകയും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആര് എന്ന ചോദ്യം ഉന്നയിക്കുകയും ജനങ്ങൾക്ക് ഈ വാചകം പൂർത്തിയാക്കാതെ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ 2 ആരോപണങ്ങൾ കൂടി അദ്ദേഹം പുതിയതായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ഒന്ന്, SC ST OBC വിഭാഗങ്ങളുടെ സംവരണം വെട്ടിച്ചുരുക്കി അതിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ സംവരണം കവർന്ന് ദളിത് ആദിവാസി വിഭാഗങ്ങളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഒരാരോപണം. മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നത് പരമ്പരാഗത സ്വത്തിന് നികുതി ഏർപ്പെടുത്താൻ കോൺഗ്രസ് പദ്ധതിയുണ്ട് എന്നും ഇത്തരത്തിൽ നിങ്ങളുടെ പരമ്പരാഗതമായി മാതാപിതാക്കൾ തന്ന സ്വത്തുക്കൾ ഉൾപ്പെടെ കവരാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്നും അതിനെ എതിർക്കണമെന്നും പ്രധാനമന്ത്രി തുടർച്ചയായി ഇന്നത്തെ 3 പ്രചാരണ യോഗങ്ങളിലും ആവർത്തിച്ചു. ഇക്കാര്യം നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്ത് വന്നിട്ടുണ്ട്. 2014 ജയന്ത് സിൻഹ, അന്നത്തെ 1ാം മോദി സർക്കാരിലെ ധനസഹമന്ത്രിയായിരുന്ന ജയന്ത് സിൻഹയാണ് ഇതിന് നീക്കം നടത്തിയതെന്നാണ് ജയറാം രമേശിന്റെ പ്രതികരണം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.